ശ്രീ സി കെ വിദ്യാസാഗർ, ഇങ്ങനെ കേന്ദ്ര മന്ത്രിസഭ തീരുമാനമെടുത്തപ്പോൾ ആദ്യം തന്നെ ഈ ബില്ലിനെ അനുകൂലിച്ച് രംഗത്ത് വന്ന രണ്ടാളുകളാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും. തുറന്നു സ്വാഗതം ചെയ്യുകയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ. SNDP യോഗമാണ് ആദ്യം എതിർത്ത് സംസാരിച്ചത്. NSS പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. സ്വാഭാവികമാണ്, NSS ഇതിൻ്റെ പേരിൽ നിയമ നടപടികളിലേക്ക് വരെ പോയതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കേരളത്തിൽ സംഘപരിവാറിലേക്ക് അടുക്കുന്നു NSS എന്നുള്ള ആരോപണം ഇടത് പ്രസ്ഥാനങ്ങൾ തന്നെ ഉന്നയിച്ചു വരുന്ന ഒരു സാഹചര്യവുമാണ്. അപ്പോൾ പിന്നെ ഇവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് കൂടുതൽ അടുക്കുവാനുള്ള NSSൻ്റെ ഒരു നീക്കം, അല്ലെങ്കിൽ BJPക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി വരികയല്ലേ? RSSൻ്റെ ഒരു പ്രഖ്യാപിത നയം തന്നെ സാമ്പത്തിക സംവരണം, അല്ലെങ്കിൽ RSSൻ്റെ നയം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സംവരണത്തോട് അത്ര അനുകൂലമല്ല. പിന്നെ ആണെങ്കിൽ തന്നെ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ആശയത്തോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വമാണ് RSSൻ്റെ നേതൃത്വം. കഴിഞ്ഞ തവണ തന്നെ ഇലക്ഷൻ്റെ ഏതോ സമയത്ത് മിസ്റ്റർ മോഹൻ അതിൻ്റെ ഭാഗത്ത് പറഞ്ഞ ചില പ്രസംഗങ്ങളൊക്കെ ആ ലൈനിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. അതുകൊണ്ട് അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ തൽക്കാലം പ്രധാനമന്ത്രി മോഡിയെ സംബന്ധിച്ചിടത്തോളം ഇത് വടക്കേ ഇന്ത്യയിലുള്ള അവരുടെ വോട്ട് ബാങ്കിനെ ഉറപ്പിക്കുക ഒന്ന്, പിന്നെ പ്രതിപക്ഷ ഐക്യത്തെ ശിഥിലമാക്കാനുള്ള ഒരു തന്ത്രമായിട്ടും കൂടെ ഇത് പ്രയോജനപ്പെടുത്താൻ എന്ന് കരുതിയാണ് അവരിതിന് ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. വടക്കേ ഇന്ത്യയിലെ സാഹചര്യം അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വടക്കേ ഇന്ത്യയിലെ സാഹചര്യം അറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. കേരളത്തിലെ സാഹചര്യത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? കേരളത്തിലെ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും NSSൻ്റെ നിലപാടും മോഡിയുടെ ഇപ്പോഴത്തെ ഈ സാമ്പത്തിക സംവരണത്തെ അനുകൂലിക്കുന്ന നിലപാടും എല്ലാം കൂടെ ചേരുമ്പോൾ മാർജിനലായിട്ട് BJPക്ക് അതൊരു കുറച്ച് ഗുണപരമായിട്ട് മാറാനുള്ള സാധ്യത അതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല. പിന്നെ പക്ഷേ ഇവിടെ ഇടതുപക്ഷവും അതോടൊപ്പം കോൺഗ്രസും ഈ സംവരണത്തെ അനുകൂലിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത്രമേലൊരു മേൽക്കൈ ഒന്നും ഇതിനകത്ത് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ രാജ്യത്തെ പിന്നോക്കക്കാരുടെ ഇടയിൽ, ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിൽ ഈ സംവരണത്തെ വലിയ ആശങ്കയോട് കൂടി തന്നെയാണ് കാണുന്നത്. ഇവിടെ പട്ടികജാതിക്കാരുടെ സംവരണത്തെ പറ്റി തന്നെ പറഞ്ഞല്ലോ. മണ്ഡൽ കമ്മീഷൻ ശുപാർശ നടപ്പാക്കി 90-10-30 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മൾ എവിടെ എത്തി നിൽക്കണു? പട്ടികജാതിക്കാർക്ക് സംവരണ കോട്ട പോലും തികയ്ക്കാൻ ആ മുന്തിയ ഉദ്യോഗങ്ങളിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയല്ലേ. പിന്നോക്കക്കാരുടെ കോട്ട 27% വെച്ച പിന്നോക്കക്കാരുടെ കോട്ട പോലും ഈ കാലഘട്ടത്തിൽ നികത്തപ്പെടുന്നില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോഴും ഒരു ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം പോകട്ടെ, ഒരു ന്യായമായ പ്രാതിനിധ്യം ഇന്ത്യയുടെ പവർ സ്ട്രക്ചറിൽ, ഇന്ത്യയുടെ ഭരണയന്ത്രത്തിൻ്റെ പൽച്ചക്രങ്ങളിൽ ഈ വിഭാഗങ്ങൾക്ക് ആയോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ കൂട്ടാക്കാതെ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് സാമ്പത്തിക സംവരണത്തെ ഉപയോഗപ്പെടുത്താം, കേവലം തുച്ഛമായി വരുന്ന ഒരു ചെറിയ ശതമാനത്തിലൂടെ ഈ രാജ്യത്തെ മുന്നോക്കക്കാരിലെ ദരിദ്രർക്കെല്ലാം ആശ്വാസം പകർന്നു കൊടുക്കാം എന്ന് കരുതുന്നത് ഒരു ശരിയായ സമീപനമല്ല. അത് ഭരണഘടനാ നിർമ്മാതാക്കൾ ഉദ്ദേശിച്ചതല്ല. അത് ഈ രാജ്യത്തെ ജാതിജന്യമായിട്ടുള്ള അസമത്വങ്ങൾ, ഈ ജാതിജന്യമായ അസമത്വങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള